ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് പ്രോബബിലിറ്റിയിലെ ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റൻ ഇതാണ്: എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ്. റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ആൻഡ് ദ ഇവൻറ്റ് എ, ബി ആൻഡ് സി ഓഫ് ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ്. വേറെ ഒന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഒരു കോയിൻ 3 ടൈം ടോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസ് ഏതാനും ഒപ്പം ഈ എ ബി സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ് ആൻസർ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സാമ്പിൾ സ്പേസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോ ഹെഡ് എപ്പിയർ. നോ ഹെഡ് എപ്പിയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഹെഡും എപ്പിയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡും എപ്പിയർ ചെയ്യാതിരിക്കുന്നത് ഏതിലാണ്? ഇതിൽ മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്തായിരിക്കും? എ ഈക്വൽ ടു 3 ടെയിലാണ് നമുക്ക് എന്ത് ചെയ്യാം വരാം. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 1 ഹെഡ് എപ്പിയർ. എക്സാക്ട്ലി 1 ഹെഡ് എപ്പിയർ എന്ന് പറഞ്ഞാൽ ഒന്നിന് കൂടുതൽ എഴുതാനും അതേപോലെ കുറയാനും പാടില്ല. ആ കറക്റ്റ് നമ്പർ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്തായിരിക്കും എക്സാക്ട്ലി 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതായിരിക്കും ഉണ്ടാവുക? 1 ഹെഡ്. അപ്പോൾ TTH, THT, HTT ഇതായിരിക്കും നമ്മുടെ ആൻസറിൽ വരാം. അപ്പോൾ ബിയുടെ ആൻസർ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എപ്പിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവാം, അതിൽ കുറയാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഹെഡ് എന്ന് പറയുമ്പം ഇത് വരും, HTH വരും, THH വരും. അത് കൂടാതെ എന്ത് വരും? 3 ഹെഡും കൂടി വരും. കാരണം 2ഉം അതിൽ കൂടുതലും ആവാം. അപ്പം നമുക്ക് ഇതും എന്താ അതിൽ പെടുത്താം. അപ്പം സി ആമത്തിൻ്റെ ആൻസർ എന്തായിരിക്കും? എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേറൊരു ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് ക്ലാസ് കാണാം.